അത് പറയണ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പഠിക്കുക. ഞങ്ങൾക്ക് അറിവില്ല എന്നെങ്കിൽ അത് മനസ്സിലാക്കാൻ പഠിക്കുക. ബെഡിൽ ചൂണ്ടി കാണിക്കുമ്പോൾ അത് മാറാൻ പഠിക്കുക. അല്ലെങ്കിൽ എന്തുണ്ടാവുക, ഞാനങ്ങനെ സൂക്ഷിച്ച വാക്കുകൾ പറയും നിന്നിട്ടില്ല, ധൈര്യമായിട്ട് നിൽക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ ഒരു മാതൃക ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യാൻ പഠിക്കുക. അല്ലാണ്ട് ആ വിഡിത്തം പറഞ്ഞു തന്നിട്ടും അത് മാറാണ്ടിരുന്ന ഞങ്ങളുടെ ദേഷ്യം, ഞങ്ങളുടെ ശോഷിച്ച അവസ്ഥ, ഞങ്ങളുടെ ഒരു ഇങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഡിസ്കഷനും അതങ്ങനത്തെ വിഡിത്തം അങ്ങനെ ചെയ്ത് നടക്കണതിലൊരു കാര്യമില്ല. അപ്പോൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ തന്നെ അരുന്ന് കൂട്ടി വാങ്ങും. നിങ്ങളെ ശോഷിച്ച വാക്ക് നിങ്ങളെ ഞാൻ അരുന്ന് അല്ല, നിങ്ങളെ ഞാൻ റെസ്പെക്റ്റ് കൊടുത്ത് പറഞ്ഞ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തീർന്നുള്ളൂ. നിങ്ങൾ അവറുകൾ ചവറുകൾ ഇവരെന്നൊക്കെ പറയുന്നത് വിഡ്ഢികൾ തമ്മിൽ പറയുന്നത്. ഞാൻ പല പ്രശ്നം കുറേ എക്സാമ്പിൾ പറഞ്ഞു. 2-6 എന്ന രീതിയിൽ പല രീതിയിൽ കിടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണത്. ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോഴും 14-30 എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കത്തിക്കുത്ത് കിട്ടുന്നതും എല്ലാ രീതിയിലും കിട്ടണം, ബാപ്റ്റിസം എല്ലാം കിട്ടും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വീണ്ടും നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് പറയണേന്ന്. എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ പറയണേ. നിങ്ങൾ വേറെ ഒരു ബെഡ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും ഇതെല്ലാം പറഞ്ഞു തന്നിട്ടും വേറെ ഏതോ ബെഡിന് സ്വപ്നം കണ്ടിരിക്കുക. നിങ്ങൾ നാണാവില്ല. നിങ്ങൾക്ക് എന്തോ ഇതുണ്ടാ സ്ക്രൂ ഡ്രൈവർ ഫിറ്റ് ചെയ്തിട്ടുള്ളേ. അല്ല, സ്ക്രൂയുടെ ആവശ്യമില്ല ശരി തലയ്ക്ക്. ഈ സ്ക്രൂ ഡ്രൈവർ അത് വേണം, എക്സ്ട്രാ വേണം സ്ക്രൂ. ഇത്രയ്ക്ക് സന്തോഷം ഇതിൽ ദേഷ്യം വരണമെങ്കിൽ 30 വർഷം അങ്ങനെ പറഞ്ഞു, 30-40 വർഷം കൂടിച്ചടന്ന് പിന്നെ വീണ്ടും നടന്ന് ഇങ്ങനെ കൊട്ടി കാണിച്ച് എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു ബുദ്ധി ബോധലാണ് തിരിച്ചറിയാനായിട്ട്, വ്യത്യാസം അറിയാനായിട്ട്. ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഞാൻ പറയാം എൻ്റെ ഒഴുക്കും ആർക്കെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ പറയണേ. ഏത് സ്പാനിഷ് ആയാലും ഒരു മെഡിറ്ററേനിയൻ ആയാലും എവിടെയാണെങ്കിലും അറബിക്കാണെങ്കിലും ഒരു ഇതിൻ്റെ ഒഴുക്കണമെങ്കിൽ പാട്ട് പാടണം ആ രീതിയിൽ. പാട്ട് പാടുന്നത് ഏത് മലയാളത്തിൽ അറബിക്ക് കേട്ടാണ് ഞാൻ മനസ്സിലാവും. മ്യൂസിക്കിലൂടെ ആ ടോണും വേർഡ്സ് വരണം, എൻ്റെ അടുത്തടുത്ത് വരണം, അതിന് മനസ്സിലാവും. അതിന് കൂടുതലായിട്ട് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് പറയണം. അപ്പം ഞാൻ ഇങ്ങനത്തെ ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിച്ചു, അങ്ങനെ തന്നെ ഇരിക്കുക. മനസ്സിലാക്കാൻ പഠി, ധൈര്യം ഇരിക്കാൻ ശ്രമിക്കല്ല. അങ്ങനെ അവിടെ തൊട്ട് അങ്ങനെയാണ്, ആ സമയം തൊട്ട് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ വരും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. എന്താ വേറെ മുന്നിലാണ് അവർക്ക് ഇങ്ങനെ ഒരു സമയം വന്നിട്ടില്ല. വെഡ്ഡിന്ന് തന്നെ വിളിക്കും. വെഡ്ഡികളെ വെഡ്ഡിന്നല്ലാണ്ട് ശവങ്ങളെ ഇങ്ങനത്തെ ജീവനില്ലാത്ത മണ്ടത്തരം ഞാൻ അങ്ങോട്ട് പറയിപ്പിക്കാട്ടോ. അങ്ങോട്ട് പറയും കോൺടാക്ട്സ് വെച്ചിട്ടോ ഓരോന്ന് പറയിപ്പിക്കാം. ഇവർ വെഡ്ഡിന്നല്ല വിളിക്കാണ്ടെങ്കിൽ ആയിരുന്നു കൂട്ടി വാങ്ങണം. ഒരു വെഡ്ഡിന്നല്ല പിന്നെ എന്തെന്നാ പറയണ്ടേ, മാനിയെന്ന് വിളിക്കണം. നിങ്ങൾക്ക് തലയ്ക്ക് ഒരു ഇതനുസരിച്ച് അർത്ഥം അനുസരിച്ച് പറയണം. അർത്ഥമില്ലാത്ത ഞാൻ പറയാത്ത വാക്കുകൾ എനിക്കെങ്ങനെ കൊള്ളാം. ഞാൻ ഇങ്ങോട്ടും താഴ്ത്തി പറയാത്ത വാക്കുകൾ എനിക്കെങ്ങനെ കൊള്ളാം. നിങ്ങൾക്ക് ബുദ്ധിബോധം ഉദിച്ചിട്ടില്ലേ. ഞാൻ ഇവിടെ എൻ്റെ കാര്യം സന്തോഷം ഒരു ബുദ്ധിബോധം ഉദിക്കി. നിങ്ങളെ തെറ്റ് ചെയ്യണം, നിങ്ങൾ റെസ്പെക്ട് കൊടുത്തേ. എന്തും നിങ്ങളുടെ തെറ്റ്, നിങ്ങളുടെ കണ്ണ് പൊട്ടയാവണോ, നിങ്ങളുടെ ആവശ്യത്തെയാവണോ. ഞാനിവിടെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ ശോഷിച്ചാവസ്ഥ നിങ്ങളെ സ്വന്തം അധിക്ഷേപിക്കണം ചെയ്യണോ. ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിരിക്കണ്ട. ഞാൻ എന്തെങ്കിലും കൊള്ളണേന്നൊക്കെ പറയും. കാര്യം അപ്പനമ്മയും മോനെ പറഞ്ഞ ഭാര്യ കുട്ടികളെ ചെയ്യിക്കേണ്ട എന്തെങ്കിലും പറയും. അവർ പറയും. അപ്പം നോക്കി ഞാൻ ഇവിടെ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, കുടിച്ച് നടക്കണ്ട, ഡ്രഗ്സ് അടിച്ചില്ല, അങ്ങനെ പറഞ്ഞ് നടക്കണ്ട. ഇതെല്ലാം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പറയണം. എനിക്ക് അങ്ങനെ പറയാറില്ല. അങ്ങനെ എങ്ങനെ അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഇത് ശബ്ദത്തിൻ്റെ വ്യത്യാസം എങ്ങനെയാ അത് ഫ്ലോ വ്യത്യാസം മനസ്സിലാക്കാം. അവന് പറയില്ലാത്തതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടില്ലെന്ന്. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള വിഡ്ഢികൾ അവിടെ എനിക്ക് കൊള്ളുണ്ടെങ്കിൽ ഇത് ഇറിറ്റേഷൻ വന്നിട്ട് കൊണ്ടിട്ടല്ല പറയണേ. കൊണ്ടിട്ടാണെങ്കിൽ വിവരമുള്ള സംസാരം ഇങ്ങനെയല്ല വരാം. അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് ഞാൻ പറയാം പറഞ്ഞിട്ട് കുടിച്ച് ലക്ക് കെട്ട് ഡ്രഗ്സ് ഇവിടെ കബോർഡ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഗുഡ്കിയും കഴിച്ചിരിക്കും. അത് വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങളുടെ തന്തി തള്ളയുടെ റിട്ടേൺ ടീച്ചർ നിങ്ങൾ തന്നെ നിങ്ങളുടെ മക്കളെന്ന് പറയാൻ പറ്റില്ല. അവരെ ശോഷിച്ച ബഗ്ഗേഴ്സിനെ പഠിപ്പിച്ചെടുത്ത ബഗ്ഗിങ് ആണ്, സ്പൂൺ ഫീഡിങ്. അതൊരു പഠിപ്പിച്ച് കുറേ പെട്ടെന്ന് അങ്ങോട്ട് ചാവലങ്ങോട്ട് എൻ്റെ കുറേ കണ്ടിട്ടുണ്ട്. എൻ്റെ വാള് ചത്ത, എൻ്റെ വാന് ചത്ത. എന്തിനാണോ ഈ വേസ്റ്റുകൾക്ക് വേണ്ടി വേസ്റ്റ് പഠിപ്പിച്ച് ഇവർ കരയേണ്ട ആവശ്യം. ഇതൊക്കെ കുറേ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പറയണം. അറിവോടെ കാണാൻ ശ്രമിക്കുക. അറിവില്ലായ്മയിൽ തന്നിട്ട് റിട്ടേൺ വെച്ച് അങ്ങനെയല്ല.